നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ എല്ലാവരോടും ഓപ്പണായിട്ട് സംസാരിക്കും, വളരെ സന്തോഷത്തോടെ ഇരിക്കും. എല്ലാം നമ്മുടെ വിചാരം നമ്മൾ പറയണ എല്ലാവരും കേൾക്കും. എങ്ങനെയാ വെച്ചാൽ നമ്മളെല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ ആയിരിക്കും നമ്മുടെ വിചാരം. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവരോട് പറയുള്ളൂ, അവർക്കാണേലും നമ്മളെ ഭയങ്കര വിശ്വാസമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അതൊന്നും ശരിയല്ല. നമ്മളെ ഒന്നും എല്ലാവർക്കും ഒന്നും വിശ്വാസമൊന്നുമില്ല. നമ്മൾ പറയണതൊന്നും എല്ലാവരും കേൾക്കണമെന്നില്ല. നമ്മൾ കേൾക്കണത് അവർക്ക് ഇഷ്ടമല്ലായിരിക്കാം, എങ്കിലും അവർക്ക് നിവൃത്തിയില്ലാണ്ടുകൊണ്ട് കേൾക്കണതുകൊണ്ട് നമ്മൾ സദുദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നല്ലത് വരട്ടെ എന്ന വിചാരത്തോടു കൂടിയായിരിക്കും നമ്മൾ പല കാര്യങ്ങളും പറയണത്. പക്ഷെ അവർ ചിന്തിക്കണതോ വന്നു ഓരോന്ന് കാര്യങ്ങൾ പറയണു, നമ്മളോടുള്ള അസൂയ കൊണ്ടാ അല്ലെങ്കിൽ കുശുമ്പ് കൊണ്ടാ, ഞാൻ നല്ല നിലയിൽ കഴിയണോണ്ടാ, അല്ലെങ്കിൽ എൻ്റെ വിഷമം എന്തിനാ അവരെ ഏറ്റുപിടിക്കണേ, ഇങ്ങനെയായിരിക്കും ചിന്തിക്കണം. പക്ഷെ നമ്മളറിയില്ല, നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, നമ്മളെ ഭയങ്കര വിശ്വാസമാണെന്ന് ഓർത്തോണ്ട് നമ്മൾ സർവ്വ ഉപദേശങ്ങളും ഒന്ന് കൊടുക്കും. നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ കൊടുക്കണേ. അവരത് ഒരു തരി പോലും അവരുടെ മനസ്സിൽ കയറ്റാൻ അവർ തയ്യാറായിരിക്കില്ല. നമ്മൾ എന്നിട്ട് എനിക്കിങ്ങനെ ഒത്തിരി അബദ്ധങ്ങൾ തന്നെയുണ്ട്. ഞാൻ പലരെ ഉപദേശിച്ചിട്ടുണ്ട്. ഉപദേശിക്കാന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും അത് അങ്ങനെ കുഴപ്പമില്ല, നീ അത് സാരമില്ല എന്നൊക്കെ പറയും. നമ്മൾ ഭയങ്കര കാര്യങ്ങൾ പറയും. പക്ഷെ കുറച്ചങ്ങ് മാറി വെച്ച് പറയും ചുമ്മാ കൊക്കണാന്ന് പറയണത് നമ്മളെന്നാ പറയാനാ, അവർ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറയണമെന്ന് പറയും. അത് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കുള്ള വിഷമം എന്തോരാണെന്നോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾക്കൊന്നും ഞാനത് നിർത്തി. ഞാൻ ആരെ ഉപദേശിക്കാൻ പോകാറില്ല, ആരെ സഹായിക്കാൻ പോകാറില്ല. നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ മാത്രം നമ്മൾ സഹായിക്കുക. അല്ലാണ്ട് എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാനോ ദാനമോ അല്ലെങ്കിൽ ധർമ്മമോ എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ സഹായിക്കാൻ പോയാൽ നമുക്ക് ഒരു വിലയില്ല. നമ്മൾ വെറുതെ ചിന്തിക്കുന്ന എല്ലാവരും നമ്മളെ വില വെക്കും, നമ്മളെ എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മൾ പറഞ്ഞ എല്ലാവരും കേൾക്കുന്നുണ്ട്, നമ്മൾ ഉപദേശിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ വെറുതെ ചിന്തിക്കുന്നതാണ്. അതൊക്കെ വെറും പാഴ്വാക്കുകളാണ്. ആർക്കും നമ്മളെ ഇഷ്ടമൊന്നുമല്ല. നമ്മളത് ചിന്തിച്ച് നോക്കിയേ, സിറ്റിയിൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാണെന്നെങ്കിലും നമ്മൾ അറിയുമോ? തൊട്ടടുത്ത് താമസിക്കണ അവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലീസുകാർ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നാൽ മാത്രമേ നമ്മൾ അറിയില്ല അതെന്നെ സംഭവിച്ചതെന്ന് നമ്മളപ്പോൾ ചോദിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? സിറ്റിയിലുള്ള ആരാ താമസിക്കണേന്ന് പോലും നമുക്കറിയത്തില്ല. അവർക്ക് നമ്മളോട് കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല. നമുക്ക് അങ്ങോട്ട് കേൾക്കാനും അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മളെ പരിചയമില്ലാത്ത ഭാഗത്ത് ജീവിക്കുള്ളൂ അവർ. പിന്നെ നമ്മൾ വലിഞ്ഞു കയറി ചെന്നാൽ പരിചയപ്പെടേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഇഷ്ടമല്ലാത്തടത്തേക്ക് ഒരിക്കലും വലിഞ്ഞു കയറി പോവാതിരിക്കുക. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ആരെയും ഉപദേശിക്കാൻ, നമ്മുടെ മക്കളെ ആണെങ്കിൽ തന്നെ ഉപദേശിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഉപദേശിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് ആദ്യം ഉപദേശത്തിന് പോകാതിരിക്കുക. അവർ പറയുന്ന കേൾക്കുക. നമ്മളോട് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളത് കേൾക്കുക. ഇല്ലേ നമ്മൾ കേൾക്കണ്ട, അത്രയേ ഉള്ളൂ. ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ലേ അല്ലേ? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറയും, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും പറയണേ. കുറച്ച് കഴിയുമ്പോൾ അറിയണത് അവരതൊന്നും ചെയ്യുകയില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ചെയ്യുകയില്ല. നമ്മൾ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി നന്നായിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അവരതൊന്നും ചെയ്യുകയില്ല. നമ്മൾ വെറുതെ ഒരു 10-20 മിനിറ്റ് വരെ നമ്മൾ പറഞ്ഞത് ആയിരിക്കും മിച്ചം. നമ്മൾ പറഞ്ഞത് മിച്ചം വെറുതെ. അപ്പം അങ്ങനെയുള്ള പറച്ചിലിന് നമ്മൾ പരമാവധി പോവാതിരിക്കുക. ആരെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വെക്കുക. നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ മാത്രം നമ്മൾ അത് ചെയ്യുക. അല്ലാതെ നമ്മൾ അതിൽ നിന്ന് പരമാവധി ഒഴിവായി നിൽക്കുക. നമ്മളെ കൊണ്ട് ആർക്കും ഇനിയുള്ള ലോകം മുഴുവൻ അങ്ങനെയാണ്. നമ്മൾ അടുത്തുള്ളവരെ കൊണ്ടോ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കൊണ്ടൊന്നും ആർക്കും ഒരു ആവശ്യമില്ല. എല്ലാം അവനൊന്ന് സ്വയം ചെയ്യാമെന്നുള്ള ഒരു രീതിയിലേക്ക് എല്ലാ മനുഷ്യരുമായി. പിന്നെ ഇപ്പം എന്നാ ഉപദേശത്തിന് അല്ലെങ്കിൽ എന്ത് സഹായത്തിന് ചെയ്യാം? ഇപ്പം ഒരു ഫോൺ എടുത്ത് വിളിച്ചാൽ ആർക്കും എന്ത് സഹായം എവിടുന്നും കിട്ടുന്ന അവസ്ഥയിലേക്കായി മനുഷ്യന്റെ അവസ്ഥ. പിന്നെ ആൾക്കാർക്ക് എന്തിനല്ലേ മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ അല്ലേ? ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുള്ള സാഹചര്യത്തിലാണ്. പൈസയുണ്ടോ, ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആ രീതിയിലേക്കാണ്. ഇനി നമ്മുടെ അടുത്തേക്ക് ഒരാൾ സഹായത്തിന് വന്നോ, നമ്മൾ തുറന്ന മനസ്സോടെ അവരെ സഹായിക്കുക. അപ്പം നമ്മൾ മുഖം തിരിച്ച് നിൽക്കാതിരിക്കുക. അല്ലാതെ നമ്മൾ കെട്ടിക്കേറി ആർക്കെങ്കിലും സഹായം കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനോ നമ്മൾ ആരുമല്ല. നമ്മൾ ഈ ലോകത്തിൽ ആരുമല്ല. അത് അവരും മനസ്സിലാക്കി വെച്ചേക്കുവാണ്. നമ്മൾ പറയണമെന്നും ഒരു വിലയില്ല. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ പുറകെ നടക്കുന്നത്? ശരിയാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എനിക്കറിയാവുന്ന ഒത്തിരി കേസുണ്ട്. പല പിള്ളേരെയും പഠിപ്പിച്ചൊക്കെ വിടാൻ, പാവപ്പെട്ട പിള്ളേരെയൊക്കെ പഠിപ്പിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് പഠിപ്പിക്കും. ആ പിള്ളേർ പിന്നെ തിരിഞ്ഞു നോക്കാത്ത എത്രയോ മക്കളുണ്ടെന്നറിയാവോ?
അവരൊരു നല്ല നിലയിൽ എത്തണ വരെ ഇവർ ചെയ്തിട്ട് അവസാനം അവരെ തിരിഞ്ഞു നോക്കാത്ത ഒത്തിരി മക്കളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് വിചാരിച്ച് സമാധാനിക്കാം, അത്ര തന്നെ. പലരും പല സമയത്തും ഒത്തിരി പ്രതിസന്ധി നിൽക്കുമ്പോൾ സഹായിച്ചവരും അല്ലെങ്കിൽ ഉപദേശിച്ചവരും ഒക്കെ ഉണ്ട്. അവരൊന്നും അത് കേട്ട പാല പോലും വെക്കാത്തവർ ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾ പരമാവധി നമ്മളിലേക്ക് തന്നെ നമ്മളെ തന്നെ ഉപദേശിക്കുക, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ, ആവശ്യമില്ലാത്തതിലൊന്നും ചാടാതിട്ട് ഓരോ ദിവസവും നമ്മളെ തന്നെ നമ്മൾ പഠിപ്പിക്കുക. ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കേണ്ട, ആവശ്യമില്ലാത്ത പറയാനും പോകണ്ട. നമുക്ക് നമ്മുടേതായ ഒരു ജീവിതമുണ്ട്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് എന്ന് ചിന്തിക്കുക. അല്ലാണ്ട് ഈ ഉപദേശം കൊണ്ടോ ഈ സഹായം കൊണ്ടോ ഒന്നും ആർക്കും നേടാൻ സാധിക്കില്ല. ഒത്തിരി അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഒരു സഹായം ആർക്കും ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല. നമ്മുടെ അടുത്തേക്ക് വരുന്നവരെ മാത്രം സഹായിക്കുക, നമ്മൾ അറിഞ്ഞ് സഹായിക്കുക. അല്ലാതെ നമ്മൾ ചുമ്മാ ഓരോരുത്തർക്ക് സഹായമാണെന്നും പറഞ്ഞ് പുറകെ നടന്ന് സഹായം ചെയ്യുന്നത് നമുക്ക് ഒരു വിലയില്ല. അത് ഉറപ്പായ കാര്യമാണ്, നമുക്കൊരു വിലയില്ലാണ്ടാവുകയുള്ളൂ. ഇപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന്. നമ്മളിപ്പം നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ എന്താ പറയണേ അയൽക്കാരോടോ നമ്മൾ ഒരു കാര്യം ഉപദേശിക്കുക, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പം നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, നല്ല കാര്യങ്ങളാണ് പറയണേന്ന് വെച്ചോ, അവർ നമ്മൾ വിചാരിക്കുന്നത് എന്നായിരിക്കും എന്നറിയാവോ? ഒന്നെങ്കിൽ അവരോടുള്ള അസൂയ കൊണ്ട്, അല്ലെങ്കിൽ കുശുമ്പ്, അല്ലെങ്കിൽ എന്നാ പറയണേ ഞങ്ങളിങ്ങനെ കഴിയണോണ്ടുള്ള ഇതുകൊണ്ട്, അല്ലാണ്ട് ഇത് ഉപദേശം കൊണ്ട് വന്നതാണോ, അവളുടെ കാര്യം നോക്കട്ടെ എന്നേ ചിന്തിക്കുകയുള്ളൂ. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവരുടെ അടുത്ത് എന്ന് പറയണത്, പക്ഷേ അവർ ചിന്തിക്കുന്ന വേറെ ഒരു അർത്ഥത്തിലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾക്ക് നമ്മൾ പരമാവധി പോകാതിരിക്കുക. നമുക്കുടെ വീട്ടിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതും തീർത്തോണ്ട് നമ്മളിരിക്കുക. അല്ലാണ്ട് ആരെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ പറയണതിൽ സത്യങ്ങളുണ്ടായിരിക്കാം, പക്ഷെ അത് അപ്രിയ സത്യങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലതല്ലേ. ശ്രുതിപാഠകന്മാർക്ക് ഇതിനകത്ത് നല്ല റോളുണ്ട് കേട്ടോ. അവരെ പൊക്കി പറയാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരെ പൊക്കി പറയാം. അവരുടെ തെറ്റുകളൊന്നും പറയാതെ അവരെ ഇങ്ങനെ പൊക്കി പറയുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും നമ്മളെ. ശരിയല്ലേ? അവരിലെ ഒരു കുറവുകളും നമ്മൾ പറയരുത്. നീ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവരെ ഇച്ചിരി പൊക്കി അടിച്ച് നീ ചെയ്തത് ശരിയാട്ടോ, അവർ ചെയ്താണ് തെറ്റ്, നീ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി പൊക്കി വിടുവാണെങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടമായിരിക്കും, നമ്മൾ പറയാനെ കേൾക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും അവർ നമ്മളെ കുറ്റപ്പെടുത്തിയിരിക്കും. അപ്പം അപ്രിയ സത്യങ്ങൾക്ക് ഒരു എന്നാ പറയണേ വിലയുള്ളൂ. സത്യങ്ങൾക്കൊന്നും ഒരിടത്തും വിലയില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ ഉപദേശം കൊടുക്കാൻ പോകുന്നവർ ഒരു നിമിഷം ആലോചിക്കുക. ഞാനെപ്പോൾ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഓരോ അനുഭവങ്ങൾ തിരിച്ചടിയായിട്ട് വന്ന് പറ്റുമ്പോഴാണ് നമ്മുടെ കുടുംബക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയോ നമ്മുടെ സുഹൃത്തുക്കളെയോ നമ്മൾ ഉപദേശിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. ഒരിക്കലും അതിന് പോവാതിരിക്കുക. നമ്മുടെ കാര്യം നോക്കുക. എന്തുണ്ടെങ്കിലും നമ്മൾ കേട്ടതായിട്ട് ഭാവിക്കണ്ട. നമ്മളത് കേട്ട് നമ്മൾ ഏറ്റുപിടിച്ചാൽ നമ്മുടെ തലയിലിരിക്കും, നമ്മളായിട്ട് അത് വരും. പിന്നെ എന്തിനാ ആവശ്യമില്ലാത്തതിന് പോകുന്നത്? നമുക്ക് നമ്മുടെ തടി തപ്പി ഇരുന്നാൽ പോരെ.